ആകാശവാണി വാർത്താ വീക്ഷണം. പനികൾക്കെതിരെ ജാഗ്രത പുലർത്താം. തയ്യാറാക്കിയത് സുനീഷ് വിതുര, മാധ്യമപ്രവർത്തകൻ. അവതരണം സോഫിയ ഡാനിയൽ. കാലവർഷത്തോടൊപ്പം സംസ്ഥാനത്ത് പലതരത്തിലുള്ള പകർച്ചപ്പനികളും വ്യാപകമാകുകയാണ്. പനി ബാധിച്ച് ചികിത്സയ്ക്ക് എത്തുന്നവരുടെ എണ്ണത്തിൽ ക്രമാതീതമായ വർധനയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഡെങ്കിപ്പനി, എലിപ്പനി, H1N1, ചിക്കുൻഗുനിയ, വൈറൽ പനി, മലേറിയ, ടൈഫോയിഡ്, വെസ്റ്റ് നൈൽ പനി തുടങ്ങി പല പനികളും പലയിടങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. സാധാരണയായി അണുബാധയുടെ ലക്ഷണമാണ് പനി. ശരീര താപനിലയിലെ വർധനയും ശരീരവേദനയും തലവേദന, ക്ഷീണം, വിശപ്പില്ലായ്മ, ചിലപ്പോൾ വിറയൽ എന്നിവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ശരിയായ വിശ്രമം കൂടാതെ ധാരാളം വെള്ളം കുടിക്കുകയും മരുന്ന് കഴിക്കുകയും ചെയ്യുന്നതിലൂടെയും 3-4 ദിവസത്തിനുള്ളിൽ പനിക്ക് ശമനമുണ്ടാകും. എന്നാൽ ചില സന്ദർഭങ്ങളിലെങ്കിലും മാരകമാകുന്നുമുണ്ട്. പല രോഗാണുബാധകളുടെയും സാധാരണമായ ലക്ഷണമാണ് പനി എന്നതിനാൽ ഡോക്ടറുടെ സേവനം തേടേണ്ടതുമാണ്. പെട്ടെന്ന് ശരീരതാപനില വർദ്ധിക്കുന്ന അക്യൂട്ട് പനി അണുബാധയുടെ ലക്ഷണമാകാവുന്നതാണ്. ജലദോഷം, ഇൻഫ്ലുവൻസ, ന്യൂമോണിയ തുടങ്ങി പല രോഗങ്ങളുടെയും ലക്ഷണം ശരീരതാപനില പെട്ടെന്ന് വർദ്ധിക്കുന്നതാണ്. കടുത്ത പനിയേക്കാൾ കൂടുതൽ നേരം നീണ്ടു നിൽക്കുന്ന ശരീര താപനിലയിലെ വർധനയായ സബ് അക്യൂട്ട് പനി, ആവർത്തിച്ചുണ്ടാകുന്ന പനി, ഇടവിട്ടുള്ള പനി, വിട്ടുമാറാത്ത പനി തുടങ്ങി വിവിധ തരത്തിലാണ് പനി പ്രത്യക്ഷപ്പെടുക. കൃത്യമായ പരിശോധനയും വൈദ്യസഹായവും തേടുക എന്നതാണ് ഈ അവസ്ഥയിൽ പ്രധാനം. ഏറ്റവും കൂടുതൽ പേർ ചികിത്സയ്ക്കായി എത്തുന്ന വൈറൽ പനി വൈറസ് ബാധ മൂലമാണ് സാധാരണയായി ഉണ്ടാകുക. ബ്രോങ്കൈറ്റിസ്, ന്യൂമോണിയ, ഗ്യാസ്ട്രോ എൻറ്ററൈറ്റിസ് തുടങ്ങിയവയ്ക്ക് കാരണമാകുന്ന അഡനോ വൈറസുകൾ, ചിക്കൻ പോക്സ് ഉൾപ്പെടെയുണ്ടാക്കുന്ന ഹെർപ്പസ് വൈറസുകൾ, COVID-19, സാർസ് തുടങ്ങിയവയ്ക്ക് കാരണമാകുന്ന കൊറോണ വൈറസുകൾ തുടങ്ങി പല വൈറസുകളും അതിന്റെ വകഭേദങ്ങളുമെല്ലാം വൈറൽ പനിക്ക് കാരണമാകുന്നുണ്ട്. രോഗിയുമായുള്ള അടുത്തിടപഴകൽ, സ്പർശനം എന്നിവ മൂലമാണ് വൈറൽ പനി പ്രധാനമായും പടരുന്നത്. ചുമ, തുമ്മൽ, കൊതുക് പോലുള്ള പ്രാണികളുടെ കടിയേൽക്കുന്നത്, മലിനമായ ഭക്ഷണം, വെള്ളം ഇവയെല്ലാം കാരണമാകാറുണ്ട്. സംസ്ഥാനത്ത് വൈറൽ പനി പോലെ തന്നെ ഡെങ്കിപ്പനിയും ഭൂരിഭാഗം ജില്ലകളിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈഡിസ് കൊതുകുകൾ പരത്തുന്ന വൈറൽ രോഗമാണ് ഡെങ്കിപ്പനി. ഉയർന്ന പനിയും തൊലിപ്പുറത്ത് ചുവന്ന പാടുകളും കാണാവുന്നതാണ്. സന്ധിവേദനയും കടുത്ത തലവേദനയും അനുഭവപ്പെട്ടേക്കാം. രോഗം ഗുരുതരമായാൽ രക്തസമ്മർദ്ദം കുറയുക, രക്തസ്രാവം എന്നിവ ഉണ്ടായേക്കാം. പ്ലേറ്റ്ലെറ്റുകൾ കുറയുന്നതിനും കാരണമാകാറുണ്ട്. ജീവന് ഭീഷണിയാകുന്ന തരത്തിലേക്ക് ഡെങ്കിപ്പനി എത്താവുന്നതുമാണ്. കൊതുക് പരത്തുന്ന മറ്റൊരു രോഗമാണ് ചിക്കുൻഗുനിയ. ഡെങ്കിപ്പനിക്ക് സമാനമായ ലക്ഷണങ്ങളാണ് തുടക്കത്തിൽ ചിക്കൻഗുനിയയ്ക്കും കാണാൻ കഴിയുന്നത്. സന്ധികളിൽ നീർവീക്കവും പേശികൾക്ക് വേദനയും ഉണ്ടാകാം. കാൽമുട്ടുകൾ, കണങ്കാൽ, കൈമുട്ട് എന്നിവിടങ്ങളിൽ കഠിനമായ വേദനയും ഉണ്ടാവുന്നതാണ്. പനി മാറിയാലും സന്ധിവേദന ചിലരിൽ നീണ്ടുനിന്നേക്കാം. രോഗലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ചികിത്സ നടത്താതെ ഡോക്ടറുടെ സേവനം തേടേണ്ടത് അനിവാര്യമാണ്. രോഗചികിത്സ പോലെ തന്നെ പ്രധാനമാണ് രോഗപ്രതിരോധവും. കൊതുക് മുട്ടയിട്ട് പെരുകുന്ന സാഹചര്യം ഒഴിവാക്കുക. ഇടവിട്ട് മഴ പെയ്യുന്നതിനാൽ വെള്ളം കെട്ടിനിൽക്കുന്നതിനുള്ള സാഹചര്യം ഇല്ലാതാക്കുക. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം. പാത്രങ്ങൾ, കുപ്പികൾ, ടയറുകൾ, മുട്ടത്തോടുകൾ തുടങ്ങി വെള്ളം തങ്ങി നിൽക്കാൻ കാരണമായ വസ്തുക്കൾ യഥാവിധി നിർമ്മാർജ്ജനം ചെയ്യുക. ആരോഗ്യവകുപ്പ് ഇതോടനുബന്ധിച്ച് ആഴ്ചയിൽ 3 ദിവസം ഡ്രൈ ഡേ ആചരണത്തിന് നിർദ്ദേശിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ചകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പരിസരങ്ങൾ എന്നിവ വൃത്തിയാക്കണം. ശനിയാഴ്ചകളിൽ സർക്കാർ, സ്വകാര്യ സ്ഥാപനങ്ങളും ഞായറാഴ്ചകളിൽ വീടുകളിലും ഡ്രൈ ഡേ ആചരിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ കൊതുക് കടി ഏൽക്കാതിരിക്കുന്നതിനും ശ്രദ്ധിക്കേണ്ടതാണ്. കൊതുകിന്റെ അമിതമായ ശല്യമുള്ള ഇടങ്ങളിൽ വാതിലുകളിലും ജനലുകളിലും മോസ്കിറ്റോ സ്ക്രീൻ ഉപയോഗിക്കാവുന്നതാണ്. മലേറിയയും മഞ്ഞപ്പനിയും ജപ്പാൻ ജ്വരവും കൊതുക് പരത്തുന്ന മറ്റ് പനിയോടനുബന്ധിച്ചുള്ള രോഗങ്ങളാണ്. മഞ്ഞപ്പനി കരളിനെയും ജപ്പാൻ ജ്വരം തലച്ചോറിനെയും ബാധിക്കും. ദേശാടന പക്ഷികളിലൂടെ കൊതുകുകളിലേക്ക്, അവിടെ നിന്നും മനുഷ്യരിലേക്ക് എത്തുന്ന രോഗമാണ് വെസ്റ്റ് നൈൽ പനി. ലക്ഷണങ്ങൾ പൊതുവെയുള്ളത് തന്നെയാണ്. ശ്വാസകോശത്തിലുണ്ടാകുന്ന അണുബാധ ന്യൂമോണിയയ്ക്ക് കാരണമാകുന്നതാണ്. പനി, ചുമ, ശ്വാസമുട്ടൽ, വിറയൽ ഒക്കെ പൊതുവെയുള്ള ലക്ഷണങ്ങളും. ഇൻഫ്ലുവൻസയും COVID-19 ന്യൂമോണിയയ്ക്ക്
കാരണമാകുന്നതാണ്. ന്യൂമോണിയ തടയാനുള്ള ചില വാക്സിനുകൾ ഇന്ന് ലഭ്യമാണ്. ഇത് രോഗം ഗുരുതരമാകുന്നതിനെ തടയുന്നതിന് സഹായകമാകുന്നു എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. എലിപ്പനിക്ക് ശക്തമായ പനിയും കഠിനമായ പേശിവേദനയും വിറയലും ഒക്കെ അനുഭവപ്പെടാറുണ്ട്. കണ്ണിൽ ചുവപ്പ് നിറവും കണ്ടേക്കാം. എലിമൂത്രത്തിലൂടെയാണ് ലെപ്റ്റോസ്പൈറ എന്ന ബാക്ടീരിയ പുറത്തുവരുന്നത്. മഴയത്ത് എലിമൂത്രത്തിലൂടെ രോഗാണുക്കൾ ജലസ്രോതസ്സുകളിൽ എത്താനുള്ള സാധ്യതയുണ്ട്. കെട്ടിനിൽക്കുന്ന ജലത്തിലും നീരൊഴുക്ക് വളരെ കുറഞ്ഞ ഇടങ്ങളിലും പണിയെടുക്കുന്നവർ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതാണ്. കന്നുകാലികളെ കൈകാര്യം ചെയ്യുന്നവരും ശ്രദ്ധിക്കേണ്ടതാണ്. എലിമൂത്രം കലർന്ന വെള്ളത്തിൽ ചവിട്ടുമ്പോൾ മുറിവുകൾ, വ്രണങ്ങൾ എന്നിവ ഉണ്ടെങ്കിൽ അതിൽ കൂടി ബാക്ടീരിയ പ്രവേശിക്കുന്നതാണ്. കൂടാതെ ധാരാളം സമയം വെള്ളത്തിൽ നിൽക്കുമ്പോൾ കാലിലെ ത്വക്ക് മൃദുവാകുകയും അതുവഴി ബാക്ടീരിയ പ്രവേശിക്കാനുള്ള സാധ്യത ഉണ്ടാവുകയും ചെയ്യും. സാൽമൊണല്ല എന്ന ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ടൈഫോയിഡ് മലിനമായ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പകരാവുന്നതാണ്. ഓരോ ദിവസവും പനി ക്രമേണ വർദ്ധിച്ച് ഉയർന്ന പനിയാകുന്നത് ടൈഫോയിഡിന്റെ പ്രധാന ലക്ഷണമാണ്. തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിക്കുന്നതും ഭക്ഷണം ശുചിത്വമുള്ളതാണെന്ന് ഉറപ്പുവരുത്തുകയും വേണം. കൈകൾ സോപ്പ് ഉപയോഗിച്ച് ഇടയ്ക്കിടെ വൃത്തിയാക്കേണ്ടതാണ്. വായുവിലൂടെ വളരെ വേഗത്തിൽ മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ഒരു വൈറസ് രോഗമാണ് പന്നിപ്പനി അഥവാ H1N1. പെട്ടെന്നുണ്ടാകുന്ന ഉയർന്ന പനി, തൊണ്ടവേദന, ശരീരവേദന എന്നിവ പൊതുവെയുള്ള ലക്ഷണങ്ങളാണ്. പന്നികളെ ബാധിക്കുന്ന ഒരു ഫ്ലൂ വൈറസിനോട് സാമ്യമുള്ളതിനാലാണ് പന്നിപ്പനി എന്ന് വിളിക്കുന്നത്. മലിനമായ ചുറ്റുപാടിൽ നിന്നും പകരാനുള്ള സാധ്യത ധാരാളമാണ്. വർഷകാലം പനിക്കാലമാകുന്നത് ആദ്യമായിട്ടല്ല. എങ്കിലും ഓരോ വർഷവും കഴിയുമ്പോൾ പനിയുടെ തരവും വ്യാപനവും വർദ്ധിക്കുന്നു എന്നതാണ് ശ്രദ്ധിക്കേണ്ട വസ്തുത. കാലാവസ്ഥാ വ്യതിയാനം, ആഗോള താപനം, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, മാനുഷിക പ്രവർത്തനങ്ങൾ തുടങ്ങി പല കാരണങ്ങളാലും സ്വാഭാവിക കാലാവസ്ഥാ ചക്രത്തിന് മാറ്റമുണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിതീവ്ര മഴയും മേഘവിസ്ഫോടനങ്ങളും കുറഞ്ഞ സമയത്ത് ലഭ്യമാകുന്ന അമിതമായ മഴയും അന്തരീക്ഷ താപനിലയിൽ വളരെ ഏറ്റക്കുറച്ചിലിന് കാരണമാകാറുണ്ട്. ഇതെല്ലാം മനുഷ്യർ ഉൾപ്പെടുന്ന ജീവജാലങ്ങളുടെ ശാരീരിക പ്രവർത്തനങ്ങളിൽ പ്രകടമായ വ്യത്യാസങ്ങളാണ് വരുത്തുന്നത്. പലതരത്തിലുള്ള രോഗാണുക്കളുടെ വർധനവിനും കാരണമാകുന്നു. പെട്ടെന്നുള്ള നഗരവൽക്കരണം, മാലിന്യങ്ങളുടെ വർധന, ജലസ്രോതസ്സുകൾ മലിനപ്പെടുക, ഇതെല്ലാം അന്തരീക്ഷത്തെയും ജലത്തെയും ഒക്കെ മലിനമാക്കുന്നു. രോഗാണുക്കളുടെ ജനിതക മാറ്റം ഉൾപ്പെടെയുള്ളതിനും ഇതെല്ലാം കാരണമാകുന്നുണ്ട്. അതോടൊപ്പം ജീവിതശൈലിയിലും ഭക്ഷണശീലത്തിലുമുള്ള മാറ്റവും രോഗപ്രതിരോധ ശക്തിയിൽ ഏറ്റക്കുറച്ചിലുകൾ വരുത്തിയിട്ടുമുണ്ട്. മഴക്കാല പൂർവ്വ ശുചീകരണം കൊണ്ട് മാത്രം മഴക്കാല രോഗങ്ങളെ പൂർണ്ണമായും തടയാനാകില്ല എന്നതും ഒരു വസ്തുതയാണ്. മാലിന്യ നിർമ്മാർജ്ജനം, പരിസര ശുചിത്വം, കൊതുക് നിവാരണം, വ്യക്തി ശുചിത്വം, ശരിയായ ഭക്ഷണക്രമം, ആരോഗ്യകരമായ ഭക്ഷണശീലം, തിളപ്പിച്ചാറ്റിയ കുടിവെള്ളം, ശരിയായ വിശ്രമം തുടങ്ങി മികച്ച ജീവിതശൈലി പ്രാവർത്തികമാകുക വഴി പനിയും അനുബന്ധ രോഗങ്ങളെയും ഒഴിവാക്കാവുന്നതാണ്. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. പനികൾക്കെതിരെ ജാഗ്രത പുലർത്താം.